എന്താണ് ആക്ച്വലി മ്യൂച്വൽ ഫണ്ട്സ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു കോമൺ ഒബ്ജക്റ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൂട്ടം ആളുകളുടെ, ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു പൂൾ അക്കൗണ്ട് ആണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇതിലേക്ക് എല്ലാ ഇൻവെസ്റ്റേഴ്സും മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ആനുവലി ഒരു സം ഓഫ് എമൗണ്ട്, അതൊരു റെഗുലർ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പാർക്ക് ചെയ്യുന്നു. ഈ കോമൺ പൂൾ, ഈ പൂളിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു റെഗുലേറ്റർ ഉണ്ടാവും, ആ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു മാനേജർ ഉണ്ടാവും. വളരെ പ്രൊഫഷണൽ ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പൂൾ ഓഫ് അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു സേവിങ്സ് മെക്കാനിസം ആണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസം ആണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട്സ് സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ട് കാറ്റഗറി ഓഫ് അസറ്റ് ക്ലാസ്സിലാണ്. ഒന്ന് ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് അസറ്റ് ക്ലാസ്സും, രണ്ട് ഡെറ്റ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് അസറ്റ് ക്ലാസ്സും. ഈ ഡെറ്റിൽ തന്നെ പല അസറ്റ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു n നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സിന്റെ പണം കളക്ട് ചെയ്തിട്ട് അത് റെഗുലേറ്റ് ചെയ്യപ്പെടുകയും അതിന് വ്യക്തമായിട്ട് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഒരു പ്രൊഫഷണൽ ആൻഡ് ഒരു ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ജനറലി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം. മ്യൂച്വൽ ഫണ്ട്സിൽ മെയിൻ ആയിട്ട് രണ്ട് തരം മ്യൂച്വൽ ഫണ്ടുകളാണ് ഉള്ളത്. ഒന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയും. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ്. ഞാൻ ഈ പറഞ്ഞ പൂൾ അക്കൗണ്ട്, ഈ പൂൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഫണ്ട് മാനേജർ ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിലെ സാധ്യതകളും നഷ്ടസാധ്യതകളും ലാഭസാധ്യതകളും റിസ്കുകളും ഒക്കെ മനസ്സിലാക്കി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഹൈ ഇൻകം, ഹൈ റിട്ടേൺസ്. കാരണം നമ്മൾ ഒരു ബാങ്ക് സേവിങ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6%, 7% എന്ന് പറയുന്നതിനേക്കാളൊക്കെ 10-20 ഇരട്ടിയൊക്കെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു അവന്യൂ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിലും അങ്ങനെയുള്ള ഇഷ്ടംപോലെ റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അവന്യൂ ആണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഹൈ റിട്ടേൺ പോസിബിലിറ്റി, അതുപോലെ ഹൈ റിസ്ക്കും, അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ റിസ്ക് കൂടെ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട് നമ്മുടെ ഗോൾസ്, ഒരു റിട്ടയർമെന്റ്, നമ്മുടെ പെൻഷൻ, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഒരു എന്തെങ്കിലും ലൈഫിലുള്ള നമ്മുടെ ഡ്രീംസ്, ഒബ്ജക്ട്സ്, ഇതിനൊക്കെ പ്ലാൻ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് എന്നെ പറയുക. അതായത് ആളുകളുടെ ഒരു പൊതുവായ ധാരണ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ് ആണെന്നുള്ളതാണ്. അതല്ല, മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, രണ്ട് കാറ്റഗറിയാണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അൺസർട്ടനിറ്റി അതിലുണ്ട്, അതിലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതിലൊരു വോളറ്റിലിറ്റി ഉണ്ട്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ഫിക്സ്ഡ് ഇൻകം റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളും ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഫിക്സ്ഡ് ഇൻകം എന്ന് പറയുമ്പോൾ FD-കളിലും അതുപോലെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബിൽസ്, അതുപോലെ കോൾ മണി മാർക്കറ്റ്, ഓവർനൈറ്റ് മാർക്കറ്റ്, ഇങ്ങനെ ഫിക്സ്ഡ് ഇൻകം കിട്ടുന്ന റിട്ടേൺസ് കിട്ടുന്ന. അപ്പോൾ നമുക്ക് FD-കളെ വെച്ച് നോക്കുമ്പോൾ FD-കളേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളും അവൈലബിൾ ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പറയുമ്പോൾ കോമൺ ആയിട്ട് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും റിസ്ക് ഇല്ലാത്തതും റിസ്ക് കുറവുള്ളതുമായ മ്യൂച്വൽ ഫണ്ടുകളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്.